പാസ്സാകാത്ത SFI നേതാവിന് PhD പ്രവേശനം നൽകിയതായി പരാതി. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും SFI നേതാവുമായിരുന്ന ആഷിഖ് ഇബ്രാഹിംകുട്ടിക്കാണ് M.Tech പരീക്ഷ പാസ്സാകാതെ ചട്ടവിരുദ്ധമായി പ്രവേശന പരീക്ഷ എഴുതിച്ച PhDക്ക് പ്രവേശനം നൽകിയത്. M.Tech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 1ാം സെമസ്റ്റർ പരീക്ഷ പാസ്സാകാതെയാണ് SFI നേതാവിന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ PhDക്ക് പ്രവേശനം നൽകിയത്. വിവരങ്ങളുമായ തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുണ്ട്. ശാലിനി, ഇപ്പോൾ B.Tech ബിരുദം മാത്രമുണ്ടെങ്കിലും PhDക്ക് പ്രവേശിക്കാമെന്ന അവസ്ഥയല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് BCom പാസ്സാവാതെ M.Com അഡ്മിഷൻ കിട്ടിയ SFI നേതാവിൻ്റെ വാർത്തകൾ. അത് പിന്നീട് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. ഇപ്പോൾ ഇതിനൊടുവിലാണ് M.Tech പാസ്സാവാതെ SFI നേതാവിന് PhD പ്രവേശനം നൽകിയതായിട്ടുള്ള ആക്ഷേപവും പരാതിയും ഉയരുന്നത്. സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമാണ്, ഒപ്പം തന്നെ SFI നേതാവാണ്. ആഷിഖ് ഇബ്രാഹിം കുട്ടി എന്നാണ് ഈ വിദ്യാർത്ഥിയുടെ പേര്. M.Tech പരീക്ഷ, അതായത് 1ാം സെമസ്റ്റർ പരീക്ഷ പാസ്സാകാതെ ചട്ടവിരുദ്ധമായി PhDയുടെ പ്രവേശന പരീക്ഷ എഴുതി എന്നുള്ളതാണ് ഇയാൾക്കെതിരായിട്ടുള്ള പരാതി ഇപ്പോൾ ഉയരുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം ഇക്കാര്യത്തിൽ ഗവർണർക്കും ഒപ്പം തന്നെ സർവകലാശാല VC-ക്കും പരാതി നൽകിയിട്ടുണ്ട്. M.Tech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 1ാം സെമസ്റ്റർ പരീക്ഷ പാസ്സാകാതെയാണ് തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ നേതാവിന് PhDക്ക് അനുമതി നൽകുകയും അതിന് പ്രവേശനം നൽകിയതെന്നുള്ള ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഒരു ഘട്ടത്തിൽ പരീക്ഷ പാസ്സാകാതെ ആ രേഖകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് VC അനുമതി നൽകുകയായിരുന്നു എന്നുള്ളതാണ് ആക്ഷേപമായി ഉയരുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ ആ പരാതികളൊക്കെ തന്നെ തണുപ്പിച്ചുകൊണ്ട് SFI നേതാവിനും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗം എന്ന പരിഗണനയും നൽകി ആ രേഖകൾ മറച്ചു വെക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോഴും ഒപ്പം തന്നെ PhDയുമായി ബന്ധപ്പെട്ട ഡോക്ടറൽ കമ്മിറ്റി അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ M.Techന്റെ 1ാം സെമസ്റ്റർ ഈ ആഷിഖ് പാസ്സായിട്ടില്ല എന്നുള്ള രേഖകൾ, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാകാതെ ഇരിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇതേ തുടർന്നാണ് ഇത് പിന്നീട് പരാതിയാകുന്നത്. പ്രവേശന പരീക്ഷ എഴുതാൻ ചട്ടവിരുദ്ധമായി ആഷിഖിന് താൽക്കാലിക അനുമതി നൽകുകയായിരുന്നു. അതും സജി ഗോപിനാഥിൻ്റെ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാസ്സാകാത്ത വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ പ്രത്യേക അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ള പരാതികൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. എന്തായാലും എല്ലായിടത്തും നമ്മൾ ബന്ധുനിയമനം M.Tech പാസ്സാകാത്ത SFI നേതാവിനാണ് PhDക്ക് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നൽകിയിരിക്കുന്നത്.